എന്താ പേര്? സുധീഷ്. എവിടുന്നാ വരുന്നത്? പാലക്കാട്. തൃശ്ശൂർ. തൃശ്ശൂരാണ് വരുന്നത്. പങ്കെടുക്കാൻ വന്നാണോ ഇവിടെ? ഏതിലായിരുന്നു? ഇർള നൃത്തം. ഇർള നൃത്തം. ഇന്ന് ഇർള നൃത്തം. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നിശാഗന്ധിയിലെ ഇർള നൃത്തം. എവിടെ നമ്മളെ ടീമൊക്കെ ഇർള നൃത്തത്തിന്റെ? എല്ലാവരും ഒന്ന് പരിചയപ്പെടണല്ലോ. എവിടുന്നാ പഠിച്ചൊക്കെ ഇർള നൃത്തമൊക്കെ? അത് പണ്ടെന്നേ നേരത്തെ പണ്ടോട്ടേ അറിയാവുന്ന അട്ടപ്പാടിക്കാരെ കൊണ്ട് എല്ലാരും അങ്ങനെ അറിയാവുന്ന ആൾക്കാരായിരുന്നോ? നമുക്ക് ഇർള നൃത്തത്തിന്റെ പാട്ടൊക്കെ ഉണ്ടല്ലോ, അടിപൊളി പാട്ടൊക്കെ ഉണ്ടല്ലോ. ആരാ പാട്ട് പാടുന്നൊക്കെ? അപ്പൊ നമുക്ക് ഈ ഇരുള നൃത്തത്തിന്റെ ഒരു ചെറിയ കുറച്ച് വരികൾ കൂടി നമുക്ക് അവിടെ നമ്മൾ ടീം മെമ്പേഴ്സ് ഒക്കെ അവിടെ എത്തിച്ചേർന്ന എനിക്കാണ്. നിശാഗന്ധിയിലായിരുന്നു പരിപാടി, ഞാനും ഉണ്ടായിരുന്നു പരിപാടി കാണാൻ കുറച്ചു നേരമൊക്കെ. അപ്പൊ നമുക്ക് ഇരുള നൃത്തത്തിന്റെ 2 വരി കേൾക്കല്ലേ? എല്ലാവരും ഒന്ന് കൈയിട്ട് സപ്പോർട്ട് ചെയ്യില്ലേ? കുപ്പേമാട് കളകാറണ്ടേ കാലെ കാലെ വളെ കൂതയ്യ കൂതയ്യ ലാലേ 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 ലീലോ 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 അത്തികേത് മെഗുറാളാകോ വടക മേലെ വൈക്കാമ്പില്ലോ അത്തികേത് പെല്ലാളാകോ ഈ കിശമ്പാണെല്ലാരിസ്യോ എന്തായാലും അതിഗംഭീരമായി തന്നെയാണ് അവർ നമുക്ക് പാട്ട് പാടി തന്നത്. സ്കൂൾ ഏത് സ്കൂളാണ് വരുന്നത്? തൃശ്ശൂരിലാണ്. ഇത് പഠിച്ചെടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഒരുപാട് സമയം ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കത് അറിയാം, നേരത്തെ അറിയാം. എല്ലാരും എങ്ങനെ സെറ്റായി ഈ ഒരു പാട്ടിലേക്ക്? ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും. പിന്നെ സാറുണ്ടായിരുന്നു, സാറ് പഠിപ്പിച്ചു. ഒക്കെ അറിയാവുന്ന കാര്യമായിരുന്നു. ഈ ഇങ്ങനെ ഒരു നൃത്തമായിട്ട് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കുടുംബക്കാരൊക്കെ എന്താ പറഞ്ഞത്? വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനൊക്കെ ഒരു വേദി കിട്ടുമെന്ന് ജീവിതത്തിൽ എന്താ പറയാ കിട്ടുന്നത് പ്രതീക്ഷിക്കണ്ട, ഇത് കിട്ടിയതേ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നു. അവരും ഭയങ്കര ഹാപ്പിയാണല്ലേ? അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാനും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഞങ്ങളും ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു സാർ. അങ്ങനെ ഇപ്പൊ നമ്മൾ കേട്ട ഇരുള നൃത്തമായിരുന്നു. അത് ഗോത്ര വിഭാഗങ്ങളുടെ പെട്ട ഒരു പാട്ടാണ്. അത് ഇത്തവണ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയെന്നാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം കൂടിയാണ്. അങ്ങനെയാണ് കലോത്സവ വാർത്തകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ശരി, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.